എൻ്റെ പേര് സജീവൻ. ഞാനൊരു ഓട്ടോ ഡ്രൈവറായിരുന്നു. ആയിരുന്നു എന്ന് വെച്ചാൽ ഇപ്പോഴല്ല എന്ന് തന്നെയാണ് ഞാൻ അർത്ഥമാക്കിയത്. എനിക്ക് ആ തൊഴിൽ ഉപേക്ഷിക്കേണ്ടി വന്നതാണ്. എൻ്റെ ജീവിതത്തിലെ ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു സംഭവം അതിനെന്നെ നിർബന്ധിക്കുകയായിരുന്നു. ഞാനൊരു ഓട്ടോയുടെ ഉള്ളിലേക്ക് കയറിയിട്ട് 18 വർഷമാവുന്നു. അതിത്ര കൃത്യമായി ഓർത്തിരിക്കാൻ ഒരു കാരണമുണ്ട്. വർഷം 2006. ഞാൻ ഇരിങ്ങാലക്കുട താലൂക്ക് ആശുപത്രിക്ക് സമീപമുള്ള ഓട്ടോ ലാൻഡിൽ ഓട്ടോ ഇട്ടിരുന്ന സമയം. രാത്രിയാണ് ഞാൻ അവിടെ എത്തുക. പുലർച്ചെ ഒരു 3:30-4 മണി വരെ അവിടെ ഉണ്ടാവും. അത് കഴിഞ്ഞെനിക്ക് പത്രവിതരണത്തിൻ്റെ പരിപാടിയുണ്ട്. ഈ രാത്രി ഓട്ടം തുടങ്ങാനുള്ള കാരണം പത്രവിതരണമാണ്. ആദ്യമൊക്കെ ഞാൻ പകലായിരുന്നു ഓട്ടോ ഓടിച്ചിരുന്നത്. പത്രവിതരണത്തിൻ്റെ പരിപാടി കൂടി തുടങ്ങിയതോടെ എനിക്ക് പുലർച്ചെ എഴുന്നേൽക്കേണ്ടതായി വരാൻ തുടങ്ങി. ആദ്യത്തെ കുറച്ച് നാൾ എനിക്കതിൽ വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. പക്ഷെ പോകെ പോകെ എൻ്റെ ഉറക്കം പ്രശ്നമാവാൻ തുടങ്ങി. നേരത്തെ എഴുന്നേൽക്കുന്നത് മൂലം പകൽ സമയങ്ങളിൽ എനിക്ക് ഉറക്കം വരാൻ തുടങ്ങി. ഒരിക്കൽ അങ്ങനെ ഉറക്കം വന്ന് ഓട്ടോ ഒരു ഇലക്ട്രിക് പോസ്റ്റിൽ ചെന്നിടിച്ചതോടെ പകലുള്ള ഓട്ടം ഞാൻ അവസാനിപ്പിച്ചു. ഇരിങ്ങാലക്കുട സെൻറ് ജോസഫ് കോളേജിൻ്റെ പിൻഭാഗത്തായിരുന്നു എൻ്റെ വീട്. അവിടെ നിന്നും കഷ്ടിച്ച് 1 കിലോമീറ്റർ ദൂരമേ ഓട്ടോ ലാൻഡിലേക്കുള്ളൂ. രാത്രി മുതൽ നേരം വെളുക്കുന്നതുവരെ ജോലി ചെയ്തിരുന്നതുകൊണ്ട് ഞാൻ പകൽ മുഴുവൻ ഉറക്കത്തിലായിരിക്കും. ഓട്ടോ ഓടിച്ചും പത്രവിതരണം നടത്തിയും കിട്ടുന്ന വരുമാനം കൊണ്ട് അല്ലലില്ലാതെ അങ്ങനെ പോയിക്കൊണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ഭാവിയെക്കുറിച്ച് പ്രത്യേക ആശങ്കകൾ ഒന്നും തന്നെ ഇല്ലായിരുന്നു. എൻ്റെ 2 മക്കളെ പഠിപ്പിച്ച് നല്ല നിലയിലെത്തിക്കണം. ആ സമയത്ത് മൂത്തയാൾ 6-ാം ക്ലാസ്സിലും രണ്ടാമത്തെയാൾ 4-ാം ക്ലാസ്സിലുമായിരുന്നു പഠിച്ചിരുന്നത്. ഓട്ടോ വാങ്ങാനെടുത്ത ബാങ്ക് ലോൺ 6 മാസം മുമ്പ് അടച്ചു തീർക്കുകയും ചെയ്തിരുന്നു. വേറെ പ്രത്യേകിച്ച് കടബാധ്യതകൾ ഒന്നുമില്ലാത്തതുകൊണ്ട് ഇങ്ങനെയൊക്കെ അങ്ങ് മുന്നോട്ട് പോകട്ടെ എന്നൊരു ധാരണയിലായിരുന്നു ഞാൻ. അന്ന് ആ രാത്രി ആ സംഭവം അരങ്ങേറുന്നതുവരെ. ആ ദിവസം ഞാൻ ഒരിക്കലും മറക്കില്ല. അന്ന് 2006 ഏപ്രിൽ 1 ശനിയാഴ്ച. തലേന്ന് രാത്രിയിലെ ഓട്ടവും പുലർച്ചെയുള്ള പത്രവിതരണവും കഴിഞ്ഞ് വീട്ടിൽ വന്ന് ഉറങ്ങാൻ കിടന്ന നേരം. സമയം രാവിലെ ഏതാണ്ടൊരു 8 മണിയൊക്കെ ആയി കാണും. കണ്ണൊന്നടഞ്ഞു വന്നതും തൊട്ടപ്പുറത്തെ വീട്ടുകാരുടെ ഉച്ചത്തിലുള്ള കരച്ചിൽ കേട്ടു. ഞാൻ ഞെട്ടി കണ്ണു തുറന്നു. പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നത് ആരെങ്കിലും ഏപ്രിൽ ഫൂളാക്കാൻ വേണ്ടി എന്തെങ്കിലും ഒപ്പിച്ചതാണോ എന്ന ചിന്തയാണ്. പക്ഷെ ഒപ്പം തന്നെ എൻ്റെ ഭാര്യ കിതച്ചുകൊണ്ട് മുറിയിലേക്ക് ഓടി വന്നു. അവളുടെ വെപ്രാളം കണ്ട് എനിക്ക് പരിഭ്രമമായി. കട്ടിലിൽ നിന്നും എഴുന്നേറ്റുകൊണ്ട് എന്താ കാര്യമെന്ന് ഞാൻ അവളോട് ചോദിച്ചു. അടുത്ത വീട്ടിലെ കുഞ്ഞപ്പൻ ചേട്ടൻ പറമ്പിൽ കുഴഞ്ഞു വീണെന്ന് അവൾ കിതച്ചുകൊണ്ട് പറഞ്ഞു. അത് കേട്ടതും ഞാൻ വേഗം അവിടേക്ക് ചെന്നു. അപ്പോഴേക്കും അയൽക്കാരൊക്കെ ചേർന്ന് കുഞ്ഞപ്പൻ ചേട്ടനെ താങ്ങിയെടുത്തു കഴിഞ്ഞിരുന്നു. ഞാൻ വേഗം ചെന്ന് എൻ്റെ ഓട്ടോ സ്റ്റാർട്ട് ചെയ്ത ശേഷം അവരോട് ആളെയും കൊണ്ട് വണ്ടിയിൽ കയറാൻ പറഞ്ഞു. വീഴ്ചയിൽ ആളുടെ തല കല്ലിലോ മറ്റോ ചെന്നിടിച്ച് പൊട്ടി ചോര ഒലിക്കുന്നുണ്ടായിരുന്നു. ആ മുറിവ് അവർ ഒരു മുണ്ടുകൊണ്ട് മുറുക്കി കെട്ടിവെച്ചിരുന്നു. എന്നിട്ടും അതിലൂടെ രക്തം ഇറ്റു വീണുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അവർ കയറിക്കഴിഞ്ഞ ഉടനെ ഞാൻ വണ്ടി അടുത്തുള്ള ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് തിരിച്ചു. വെറും 1/2 കിലോമീറ്റർ ദൂരമേ ആ ആശുപത്രിയിലേക്ക് ഉണ്ടായിരുന്നുള്ളൂ. അവിടെ എത്തിയ ശേഷം മരുന്നുകൾ വാങ്ങാനും സ്കാൻ ചെയ്യാനും മറ്റുമായി തിരക്കോട് തിരക്കായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ആൾക്ക് ബ്ലഡ് വേണമെന്ന് ഒരു നഴ്സ് വന്ന് പറഞ്ഞു. കുഞ്ഞപ്പഞ്ചേട്ടൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് A പോസിറ്റീവ് ആണ്. എൻ്റേതും അത് തന്നെയായിരുന്നു. അതുകൊണ്ട് ബ്ലഡ് ഞാൻ തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ബ്ലഡ് വേണമെന്ന് പറഞ്ഞ നഴ്സിൻ്റെ കൂടെ ബ്ലഡ് ബാങ്കിലേക്ക് ചെന്നു. ബ്ലഡ് എടുക്കുന്നതിന് മുന്നോടിയായി അവർ എന്നോട് ചില കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. തലേന്ന് രാത്രി 8 മണിക്കൂറെങ്കിലും ഉറങ്ങിയില്ലേ എന്നതായിരുന്നു അതിലൊന്ന്. രാത്രി ഒരു പോള കണ്ണടച്ചിരുന്നില്ല എങ്കിലും ഞാൻ നല്ലപോലെ ഉറങ്ങിയിരുന്നു എന്നവരോട് കള്ളം പറഞ്ഞു. തരക്കേടില്ലാത്ത തണ്ടും തടിയുമുള്ളതിൻ്റെ അമിതാത്മവിശ്വാസം മൂലവും രക്തത്തിനു വേണ്ടി മറ്റൊരാളെ തപ്പി നടക്കാനുള്ള ബുദ്ധിമുട്ട് ഒഴിവാക്കാനും വേണ്ടിയാണ് ഞാനങ്ങനെ പറഞ്ഞത്. ബ്ലഡ് എടുത്തു കഴിഞ്ഞ ശേഷം കുറച്ചു നേരത്തേക്ക് എനിക്ക് ചെറുതായി മയക്കം വരുന്നതായി അനുഭവപ്പെട്ടിരുന്നു. ഉച്ചഭക്ഷണം കഴിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ അത് മാറുകയും ചെയ്തു. അതിനിടയിൽ ഒരു ഡോക്ടർ വന്ന് കുഞ്ഞപ്പൻ ചേട്ടന് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല എന്നറിയിക്കുകയും ചെയ്തു. അതോടെ ഞങ്ങൾക്കെല്ലാം ആശ്വാസമായി. വൈകുന്നേരം 4 മണിയോടെ ആളെ ഡിസ്ചാർജ് ചെയ്തു. നേരം അത്രയും ആശുപത്രിയിൽ തന്നെയുണ്ടായിരുന്ന എൻ്റെ ഓട്ടോയിൽ ഞങ്ങൾ തിരികെ വീട്ടിലേക്ക് പോന്നു. വീട്ടിലെത്തിക്കഴിഞ്ഞപ്പോൾ എനിക്ക് വീണ്ടും ചെറുതായി മയക്കം അനുഭവപ്പെടാൻ തുടങ്ങി. കുറച്ചു നേരമെങ്കിലും ഒന്നുറങ്ങണം. കിടക്കാനായി ഞാൻ എൻ്റെ മുറിയിലേക്ക് ചെന്നതും പുറത്തുനിന്നും ആരോ എന്നെ വിളിക്കുന്നത് കേട്ടു. ചെന്ന് നോക്കിയപ്പോൾ കുഞ്ഞപ്പൻ ചേട്ടൻ്റെ മൂത്ത മകൻ അനിൽ നിൽക്കുന്നു. അവൻ എനിക്ക് ഓട്ടോ കൂലി തരാൻ വന്നതായിരുന്നു. ആശുപത്രിയിലെ തിരക്കിനിടയിൽ തരാൻ വിട്ടുപോയി എന്നും പറഞ്ഞ് അനിൽ ഏതാനും നോട്ടുകൾ എൻ്റെ കയ്യിലേക്ക് നീട്ടി. അതൊന്നും സാരമില്ലെന്നും നിസ്സാര ദൂരമല്ലേ ഓടിയുള്ളൂ എന്നും പറഞ്ഞ് ഞാനത് വാങ്ങിയില്ല. അവൻ ഒന്ന് നിർബന്ധിച്ചെങ്കിലും ഞാനത് വാങ്ങാതെ അവനെ ആശ്വസിപ്പിച്ച് തിരിച്ചയച്ചു. വീട്ടിലേക്ക് തിരികെ പോകുന്ന സമയം അവൻ കണ്ണു തുടയ്ക്കുന്നത് ഞാൻ കണ്ടു. അവൻ്റെ കണ്ണ് നിറഞ്ഞതിന് പിന്നിൽ മറ്റൊരു കാരണം കൂടിയുണ്ട്.
10-15 കൊല്ലം മുമ്പ്, എൻ്റെ വിവാഹം കഴിയുന്നതിനൊക്കെ മുമ്പ് ഞാൻ മറ്റൊരാളുടെ ഓട്ടോ ഓടിച്ചിരുന്ന സമയം. അന്ന് എൻ്റെ അമ്മ അനിലിൻ്റെ പെങ്ങൾ സുനിതയെ എനിക്കായി ആലോചിച്ചു. ഡ്രൈവർമാർക്ക് പെങ്ങളെ കെട്ടിച്ചു കൊടുക്കില്ല എന്നാണ് അന്ന് അനിൽ അമ്മയോട് പറഞ്ഞത്. അമ്മയ്ക്കതുള്ളിൽ വിഷമമുണ്ടാക്കിയെങ്കിലും ഞാനത് കാര്യമാക്കിയില്ല. എൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞ് 2 പിള്ളേരൊക്കെ ആയ ശേഷമാണ് സുനിതയുടെ കല്യാണം നടന്നത്. ആ ബന്ധം പക്ഷെ അധിക നാൾ നീണ്ടു നിൽക്കുകയും ചെയ്തില്ല. പിന്നെ 2ാം വിവാഹം ചെയ്തത് ഒരു ടാക്സി കാർ ഡ്രൈവറായിരുന്നു. ഇപ്പോൾ അവർ നല്ല സുഖമായാണ് ജീവിക്കുന്നത്. അന്ന് എൻ്റെ അമ്മയോട് അങ്ങനെ പറഞ്ഞതിൻ്റെ ഒരു വിഷമം അവൻ്റെ ഉള്ളിൽ ഇപ്പോഴും കാണും. എന്ത് ചെയ്യാനാണ്, ഓരോ സമയത്ത് ഓരോ മനുഷ്യരുടെ തോന്നലുകൾ. ഞാൻ തിരികെ മുറിയിലേക്ക് ചെന്ന് അല്പനേരം ഉറങ്ങാനായി കിടന്നു. കട്ടിലിൽ കയറി കിടന്നതും എനിക്ക് തല ചുറ്റുന്നതുപോലെ തോന്നി. ഉടനെ തന്നെ ഞാൻ മയങ്ങിപ്പോയി. പിന്നെ വൈകുന്നേരം 7 മണിയോടടുപ്പിച്ചാണ് ഞാൻ എഴുന്നേൽക്കുന്നത്. ഉറക്കം കഴിഞ്ഞെഴുന്നേറ്റപ്പോൾ ക്ഷീണമൊക്കെ മാറിയിരുന്നു. അന്ന് രാത്രി ഞാൻ ലാൻഡിലേക്ക് പോകുന്നതിനു മുമ്പ് കുഞ്ഞപ്പൻ ചേട്ടൻ്റെ അടുത്ത് ചെന്ന് ആളുടെ വിവരങ്ങളൊന്ന് തിരക്കി. ഞാൻ ചെല്ലുമ്പോൾ കുഞ്ഞപ്പൻ ചേട്ടൻ കിടക്കുകയായിരുന്നു. കട്ടിലിനരികിലിരുന്ന് ആളോട് അല്പനേരം സംസാരിച്ച ശേഷം ഞാൻ അവിടെ നിന്നും ഇറങ്ങി. പിന്നെ നേരെ ഓട്ടോയുമായി ലാൻഡിലേക്ക് പുറപ്പെട്ടു. ഞാൻ എത്തുമ്പോൾ അവിടെ വേറെ 2 ഓട്ടോകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഓട്ടോ ലാൻഡിൽ പാർക്ക് ചെയ്ത ശേഷം ഞാൻ അവരുടെ അടുത്തേക്ക് ചെന്ന് ഞങ്ങളുടെ സ്ഥിരം ചർച്ചകളിലേക്ക് കടന്നു. സമയം കടന്നുപോയി. അതിനിടയിൽ ആശുപത്രിയിൽ നിന്നും വന്ന ഒരാൾ ഏറ്റവും മുന്നിലെ വണ്ടി ഓട്ടം വിളിച്ചു. ആൾ പോയതോടെ ലാൻഡിൽ പിന്നെ 2 വണ്ടികൾ മാത്രമായി. അല്പം കഴിഞ്ഞപ്പോൾ മറ്റൊരാൾ വന്ന് 2ാമത്തെ വണ്ടിയും ഓട്ടം വിളിച്ചു. അതോടെ ലാൻഡിൽ ആകെ അവശേഷിച്ചത് എൻ്റെ വണ്ടി മാത്രമായി. റോഡിലൂടെ വല്ലപ്പോഴും മാത്രം ചില വാഹനങ്ങൾ കടന്നുപോയിക്കൊണ്ടിരുന്നു. ഇളം മഞ്ഞ നിറമുള്ള വെളിച്ചം വിതറിക്കൊണ്ട് കത്തി നിൽക്കുന്ന വഴിവിളക്കുകൾ. ഒരിടത്തും ഒച്ചയോ അനക്കമോ ഒന്നുമില്ല. വല്ലാത്തൊരു മൂകത അവിടമാകെ തങ്ങി നിന്നു. അടുത്ത് ആശുപത്രി ആയതുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും ഓട്ടം പ്രതീക്ഷിക്കാം. സംസാരിച്ചിരിക്കാൻ ആരുമില്ലാതായതോടെ ഞാൻ ഓട്ടോയിൽ കയറിയിരുന്നു. പതിയെ എൻ്റെ കണ്ണുകൾ അടഞ്ഞു വന്നു. എനിക്ക് കട്ടിലിൽ കിടന്ന സമയത്ത് അനുഭവപ്പെട്ട തലചുറ്റൽ വീണ്ടും അനുഭവപ്പെടാൻ തുടങ്ങി. ഒരുപക്ഷെ ബ്ലഡ് കൊടുത്തതിൻ്റെ ആയിരിക്കുമെന്ന് കരുതി ഞാൻ സീറ്റിലേക്ക് ചാരി അങ്ങനെ കിടന്നു. ഉറങ്ങുന്നെങ്കിൽ ഉറങ്ങട്ടെ എന്ന് കരുതിയാണ് ഞാൻ അങ്ങനെ ചെയ്തത്. പക്ഷെ ഉറങ്ങുന്നതിന് പകരം ഞാൻ ഒരുതരം അർദ്ധബോധാവസ്ഥയിലേക്ക് എത്തുകയാണ് ചെയ്തത്. ആ അവസ്ഥയിൽ അസ്വാസ്ഥ്യകരമായ എന്തൊക്കെയോ ചിന്തകൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നു. എൻ്റെ ചുറ്റിലും രക്തം മാത്രം. എൻ്റെ കൈകളിൽ ബന്ധിപ്പിച്ചിരുന്ന വണ്ണം കുറഞ്ഞ കുഴലുകളിലൂടെ ശരീരത്തിലെ രക്തം മുഴുവൻ പുറത്തേക്ക് ഒഴുകിപ്പോയിക്കൊണ്ടിരുന്നു. രക്തം വാർന്ന് എൻ്റെ ദേഹം മെലിഞ്ഞൊട്ടി. പെട്ടെന്ന് ഓട്ടോ മൊത്തത്തിലൊന്ന് കുലുങ്ങി. അപ്പോഴാണ് ഞാൻ ആ അവസ്ഥയിൽ നിന്നും പുറത്തു വന്നത്. ആരോ ഓട്ടോയിൽ കയറിയിരുന്നതിൻ്റെ ആയിരുന്നു ആ കുലുക്കം. ഞാൻ കണ്ണു തിരുമ്മിക്കൊണ്ട് പിൻസീറ്റിലേക്ക് നോക്കി. കറുത്ത ഷർട്ട് ധരിച്ച സാമാന്യം നല്ല വണ്ണവും പൊക്കവുമുള്ള ഒരു പുരുഷൻ അവിടെ ഇരിക്കുന്നത് ഞാൻ കണ്ടു. കണ്ണു തിരുമിയതുകൊണ്ട് എനിക്ക് അയാളുടെ മുഖം വ്യക്തമായില്ല. ഏതാനും നിമിഷ നേരത്തേക്ക് കാഴ്ച ഒന്ന് മങ്ങി നിന്നു. അധിക നേരം അയാളെ തന്നെ നോക്കി നിൽക്കാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് ഞാൻ നേരെ ഓട്ടം റോഡിലേക്ക് തിരിച്ചു. എവിടേക്കാ? അയാൾ ഒന്നും മിണ്ടാത്തത് കണ്ട് ഞാൻ ചോദിച്ചു. ചാലക്കുടി, പരുപരുത്ത ശബ്ദത്തിൽ മറുപടി വന്നു. അതെന്തായാലും നന്നായി. ഓട്ടം കിട്ടുമ്പോൾ ഇതുപോലെ അത്യാവശ്യം ദൂരമുള്ളത് കിട്ടണം. അല്ലാതെ കൊച്ചു കൊച്ചു ഓട്ടങ്ങൾ കൊണ്ട് വലിയ മെച്ചമൊന്നുമില്ല. ഞാൻ ചിന്തിച്ചുകൊണ്ട് ഓട്ടോ സ്റ്റാർട്ട് ചെയ്ത് റോഡിലേക്ക് തിരിച്ചു. ഓട്ടോ ഓടിക്കുന്ന സമയം ഞാൻ മുകളിൽ ഘടിപ്പിച്ചിരുന്ന കണ്ണാടിയിലേക്ക് അയാളുടെ മുഖം കാണാനായി നോക്കിക്കൊണ്ടിരുന്നു. പക്ഷേ അയാൾ ഒരു മൂലയിലേക്ക് നീങ്ങിയായിരുന്നു ഇരുന്നിരുന്നത് എന്നതുകൊണ്ട് അതിലും അയാളുടെ മുഖം കാണാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. ഓട്ടോയിൽ കയറിയതിൽ പിന്നെ അയാൾ വേറെ ഒന്നും തന്നെ സംസാരിച്ചിരുന്നില്ല. ചാലക്കുടിയിൽ എവിടേക്കാ? ആളൂർ ജംഗ്ഷനിൽ എത്തിയ നേരത്ത് ഞാൻ ചോദിച്ചു. അവിടെ എത്തിയിട്ട് പറയാമെന്ന് പരുഷമായ ശബ്ദത്തിൽ അയാൾ പറഞ്ഞു. പിന്നെ ഞാനൊന്നും ചോദിക്കാൻ നിന്നില്ല. മൗനമായിരുന്ന് ഓട്ടോ ഓടിച്ചു. പുലർച്ചെ 1:15 അയാൾ ഓട്ടോയിൽ കയറിയത്. ഒരു 30-35 മിനിറ്റ് മതിയാവും ചാലക്കുടിയിലെത്താൻ. ഏറി വന്നാൽ 1.25 മണിക്കൂർ സമയം കൊണ്ട് തിരികെ ലാൻഡിലെത്താം. ഞാൻ കണക്കുകൂട്ടി. അങ്ങനെ ഓട്ടോ ചാലക്കുടി ടൗണിലെത്തിയതും മുരിങ്ങൂർ ജംഗ്ഷനിലേക്ക് പോകാൻ അയാൾ എന്നോട് ആവശ്യപ്പെട്ടു. ചാലക്കുടിയിൽ നിന്ന് പിന്നെയും 3.5 കിലോമീറ്ററിനടുത്ത് ദൂരമുണ്ട് മുരിങ്ങൂരിലേക്ക്. എന്നാൽ പിന്നെ മുരിങ്ങൂരിലേക്കാണ് പോകേണ്ടതെന്ന് ഓട്ടോയിൽ കയറിയ നേരത്ത് പറഞ്ഞാൽ പോരായിരുന്നോ? ഞാൻ ചിന്തിച്ചു. എന്തെങ്കിലും ആവട്ടെ, നല്ല ഓട്ടം കിട്ടിയല്ലോ, അത് മതി. അങ്ങനെ ഏതാനും മിനിറ്റുകൾ കൂടി യാത്ര ചെയ്ത് മുരിങ്ങൂർ ജംഗ്ഷനിൽ എത്താറായതും കരുവാൻതോട് എന്ന സ്ഥലത്തേക്ക് പോകാൻ അയാൾ എന്നോട് ആവശ്യപ്പെട്ടു. കരുവാൻതോട്, അങ്ങനെ ഒരു സ്ഥലത്തെക്കുറിച്ച് ഞാൻ അതുവരെ കേട്ടിട്ടില്ലായിരുന്നു. അവിടെ അടുത്ത് കരുവാപ്പടി എന്നൊരു സ്ഥലമുള്ളത് എനിക്കറിയാം. ഞാൻ മുമ്പൊരിക്കൽ അവിടേക്ക് ഓട്ടം പോയിട്ടുണ്ട്. ഇനി അയാൾ ഉദ്ദേശിച്ചത് കരുവാപ്പടി ആയിരിക്കുമോ? ഞാൻ അക്കാര്യം അയാളോട് ചോദിച്ചു. അല്ല എന്നും കരുവാൻതോട് എന്ന സ്ഥലത്തേക്ക് തന്നെയാണ് പോകേണ്ടതെന്നും അയാൾ പറഞ്ഞു. എനിക്ക് ആ സ്ഥലം അറിയില്ല എന്ന് പറഞ്ഞപ്പോൾ വഴി താൻ പറഞ്ഞു തരാമെന്ന് അയാൾ പറഞ്ഞു.
എന്നാൽ പിന്നെ അങ്ങനെ ആവട്ടെ എന്ന് ഞാനും കരുതി. മുരിങ്ങൂർ ജംഗ്ഷനിൽ നിന്നും ഇടത്തോട്ട് പോകാൻ അയാൾ എന്നോട് പറഞ്ഞു. ഞാൻ ഓട്ടോ ഇടത്തോട്ട് തിരിച്ചു. അങ്ങനെ അയാൾ പറയുന്നതിനനുസരിച്ച് ഞാൻ ഓട്ടോ ഓടിച്ചുകൊണ്ടിരുന്നു. കുറേ ദൂരം പോയി കഴിഞ്ഞപ്പോൾ ഇനി എത്ര ദൂരമുണ്ടെന്ന് ഞാൻ അയാളോട് ചോദിച്ചു. എത്തുമ്പോൾ പറയാമെന്ന് പരുഷമായ ശബ്ദത്തിൽ അയാൾ പറഞ്ഞു. അത് പറ്റില്ലെന്നും എത്ര ദൂരം കൂടി പോകേണ്ടി വരുമെന്നറിയണമെന്നും അല്പം ശബ്ദമുയർത്തി ഞാൻ പറഞ്ഞു. അതോടെ അയാളൊന്നും മയപ്പെട്ടു. ഒരു 4 കിലോമീറ്റർ കൂടി പോയാൽ മതിയാവും എന്നയാൾ പറഞ്ഞു. ചില ആളുകൾ അങ്ങനെയാണ്. ആദ്യം പുലി ചമയുമെങ്കിലും നമ്മൾ പ്രതികരിക്കുമെന്നറിഞ്ഞാൽ പിന്നെ അങ്ങ് പൂച്ചകളാവും. അങ്ങനെ പിന്നെയും ഞാൻ അയാൾ പറയുന്നതിനനുസരിച്ച് ഓട്ടോ ഓടിച്ചുകൊണ്ടിരുന്നു. കുറേ ദൂരം പോയി കഴിഞ്ഞപ്പോൾ അയാൾ മുന്നോട്ട് ചാഞ്ഞുകൊണ്ട് റോഡിൽ നിന്നും ഇടത്തോട്ട് തിരിയാൻ ആവശ്യപ്പെട്ടു. ആ സമയം ഒരുതരം മനം മടുപ്പിക്കുന്ന ഗന്ധം എനിക്ക് അനുഭവപ്പെട്ടു. തീരെ വൃത്തിയില്ലാത്ത കന്നുകാലികൾക്കുണ്ടാകാറുള്ള അതേ ഗന്ധം. ഇവിടെ അടുത്ത് വല്ല കന്നുകാലി വളർത്തൽ കേന്ദ്രവും കാണുമായിരിക്കുമെന്ന് കരുതി ഞാനത് കാര്യമാക്കാതെ ഓട്ടോ റോഡിൽ നിന്നും ഇടത്തോട്ട് തിരിച്ചു. അതൊരു വീതി കൂടിയ മൺവഴിയായിരുന്നു. വേനൽക്കാലമായിരുന്നതുകൊണ്ട് വഴിയിലെ മണലൊക്കെ ഇളകി പൂഴി കുത്തി കിടക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഓട്ടോ ഓടിക്കാൻ അല്പം പാടുപെടേണ്ടി വന്നു. ഞാൻ വേഗത കുറച്ച് വളരെ ശ്രദ്ധയോടെ വണ്ടി ഓടിച്ചു. എന്നിട്ടും ഇടയ്ക്കൊക്കെ മുൻചക്രം പൂഴിമണലിൽ താഴ്ന്ന് ഇരുവശങ്ങളിലേക്കും വെട്ടിത്തിരിഞ്ഞുകൊണ്ടിരുന്നു. അല്പം അധികം ബലം പ്രയോഗിച്ചാണ് ഞാനത് നിയന്ത്രിച്ചത്. ആ സമയത്തും നേരത്തെ അനുഭവപ്പെട്ട ഗന്ധം ഓട്ടോയുടെ ഉള്ളിൽ തങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. എത്താറായോ? ഞാൻ അയാളോട് ചോദിച്ചു. ദാ ആ കാണുന്ന വീടാണ്, അയാൾ കുറച്ചുകൂടി മുന്നിലേക്ക് ചാഞ്ഞുകൊണ്ട് പറഞ്ഞു. പക്ഷെ അവിടെയെങ്ങും ഒരു വീട് പോലും എനിക്ക് കാണാൻ കഴിഞ്ഞില്ല. എന്ന് മാത്രമല്ല, കന്നുകാലികളുടെ ഗന്ധം രൂക്ഷമായ രീതിയിൽ അനുഭവപ്പെടാനും തുടങ്ങി. അയാളിൽ നിന്നുമാണ് ആ ഗന്ധം വമിക്കുന്നതെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. അതോടെ എന്നിൽ ഒരുതരം അസ്വസ്ഥത ഉടലെടുത്തു. ഞാൻ പെട്ടെന്ന് തന്നെ ഓട്ടോ നിർത്തി. അത് ഞാൻ യാന്ത്രികമായി ചെയ്തു പോയതായിരുന്നു. ഉടനെ തന്നെ എന്നോട് വണ്ടി മുന്നോട്ടെടുക്കാൻ ഒരുതരം മുരളുന്ന ശബ്ദത്തിൽ അയാൾ ആജ്ഞാപിച്ചു. ഒന്ന് പകച്ചുപോയെങ്കിലും വണ്ടിയിൽ നിന്നും ഇറങ്ങാൻ ഞാൻ അയാളോട് കനത്ത ശബ്ദത്തിൽ പറഞ്ഞു. അയാൾ ഓട്ടോയിൽ നിന്നും ഇറങ്ങുന്നതും കാത്ത് ഒരു നിമിഷം ഞാനിരുന്നു. പക്ഷേ അയാൾ സീറ്റിൽ വേരുറച്ചു പോയതുപോലെ അനങ്ങാതെ അവിടെ തന്നെ ഇരിക്കുകയാണ് ചെയ്തത്. തന്നോട് ഇറങ്ങാനല്ലേ പറഞ്ഞത്? ഓട്ടോയിൽ നിന്നും പുറത്തേക്കിറങ്ങിക്കൊണ്ട് ഞാൻ പറഞ്ഞു. ഓട്ടോയുടെ ഹെഡ്ലൈറ്റിൻ്റെ വെളിച്ചമല്ലാതെ മറ്റൊരു വെളിച്ചവും അവിടെ എവിടെയും ഉണ്ടായിരുന്നില്ല. ഇനി ഞാൻ ഒരടി പോലും ഓട്ടോ മുന്നോട്ടെടുക്കില്ല എന്ന് കണ്ട അയാൾ ദേഹം മൊത്തത്തിൽ കുലുക്കിക്കൊണ്ട് വണ്ടിയിൽ നിന്നും പുറത്തേക്കിറങ്ങി. ആ സമയം ആരൊക്കെയോ ചേർന്ന് പിടിച്ചു കുലുക്കിയാലെന്ന പോലെ ഓട്ടോ ശക്തിയായി ഒന്ന് കുലുങ്ങി. ഓട്ടോയിൽ നിന്നും കുനിഞ്ഞ് പുറത്തു കടന്ന അയാൾ എൻ്റെ മുന്നിൽ നിവർന്നു നിന്നു. 6.5 അടിയിൽ കൂടുതൽ ഉയരമുണ്ടായിരുന്നു അയാൾക്ക്. ഒപ്പം അതിനൊത്ത വണ്ണവും. സത്യത്തിൽ അതുതന്നെ എന്നിൽ ഒരു ഭീതി നിറച്ചു. അയാൾ എന്തെങ്കിലും രീതിയിൽ ആക്രമിക്കാൻ ശ്രമിച്ചാൽ തിരിച്ച് കായികമായി നേരിടാൻ കഴിയുമെന്ന് എനിക്ക് തോന്നിയില്ല. പക്ഷേ പുറത്തു കടന്ന അയാൾ എന്നോട് എത്രയായി എന്ന് ചോദിക്കുകയാണ് ചെയ്തത്. 250. ഞാൻ മീറ്ററിൽ നോക്കിയ ശേഷം പറഞ്ഞു. ഒന്ന് മുരണ്ടുകൊണ്ട് അയാൾ ഒരു കൈ എനിക്ക് നേരെ നീട്ടി. പക്ഷേ ആ കൈ ശൂന്യമായിരുന്നു എന്ന് നേർത്ത വെളിച്ചത്തിൽ എനിക്ക് തോന്നി. വെളിച്ചക്കുറവ് മൂലം എനിക്കതത്ര വ്യക്തമായില്ല. എന്തായാലും അയാൾ പ്രശ്നമൊന്നും ഉണ്ടാക്കാൻ നിൽക്കാതെ പൈസ തരുന്നുണ്ടല്ലോ, അത് മതി. ഞാൻ ഓട്ടോയുടെ ഉള്ളിലേക്ക് തിരിഞ്ഞ് ഡ്രൈവർ സീറ്റിൻ്റെ മുൻഭാഗത്ത് മുകളിലായുള്ള കുഞ്ഞൻ ലൈറ്റ് ഓൺ ചെയ്തു. അതോടെ ഓട്ടോയുടെ ഉള്ളിലും ഞങ്ങൾ നിൽക്കുന്ന ഭാഗത്തും അത്യാവശ്യം വെളിച്ചം നിറഞ്ഞു. ഞാൻ പൈസ വാങ്ങാനായി അയാളുടെ നേർക്ക് തിരിഞ്ഞു. അപ്പോഴും നീട്ടിപ്പിടിച്ചിരുന്ന അയാളുടെ കയ്യിൽ ഏതാനും നോട്ടുകളുണ്ടായിരുന്നു. അത് വാങ്ങാനായി കൈയൊന്നുയർത്തിയപ്പോഴാണ് ആ നോട്ടുകൾ പിടിച്ചിരിക്കുന്ന കൈകൾ ഒരു മനുഷ്യൻ്റേതല്ല എന്ന കാര്യം ഞാൻ ശ്രദ്ധിച്ചത്. മറിച്ച് പശുവിൻ്റെയോ എരുമയുടെയോ ഒക്കെ കുളമ്പ് പോലെയുള്ള ഒരു കൈയായിരുന്നു അത്. അത് കണ്ട് ഞെട്ടി പുറകോട്ടാഞ്ഞ ഞാൻ ഓട്ടോയിൽ വന്നിടിച്ചു. അതോടെ അയാൾ നീട്ടിപ്പിടിച്ച കൈയുമായി എനിക്ക് കൂടുതൽ അടുത്തേക്ക് വന്നു. അയാളുടെ 2 കൈകളും കൂടാതെ കാലുകളും കുളമ്പ് രൂപത്തിൽ ഉള്ളവ തന്നെയായിരുന്നു. മുണ്ട് മടക്കി കുത്തിവെച്ചിരുന്നത് കൊണ്ട് എനിക്ക് അയാളുടെ കാൽമുട്ട് വരെ നല്ല വ്യക്തമായി കാണാമായിരുന്നു. കാൽപാദത്തിൻ്റെ സ്ഥാനത്ത് കുളമ്പുകളും അവിടെ നിന്നങ്ങോട്ട് മുകളിലേക്ക് രോമാവൃതമായ പിന്നിലേക്ക് മടങ്ങുന്ന മുട്ടുകളുള്ള മൃഗസമാനമായ കാലുകളുമായിരുന്നു അയാൾക്കുണ്ടായിരുന്നത്. അതെല്ലാം കണ്ട് ഞാൻ ഭയന്നു എന്ന് മനസ്സിലാക്കിയ അയാൾ വികൃതമായൊന്ന് ചിരിച്ചു. ആ ചിരിയിൽ അയാളുടെ പല്ലുകൾ വെളിയിൽ കണ്ടു. അവ പക്ഷേ മാംസബുക്കുകളായ ജീവികളുടേതുപോലെ കൂർത്ത രീതിയിൽ ഉള്ളവയായിരുന്നു. പശുവിൻ്റേതിന് സമാനമായ കൈകാലുകളും മനുഷ്യ സമാനമായ ഉടലും തലയും ഒപ്പം സിംഹത്തിൻ്റെയും കടുവയുടെയും ഒക്കെ പോലെയുള്ള പല്ലുകളുമുള്ള ഒരു വിചിത്ര ജീവിയായിരുന്നു അയാൾ. അയാൾ പൈസയുമായി എൻ്റെ അടുത്തേക്ക് നീങ്ങി നിന്നു. ആ സമയം കന്നുകാലികളുടെ ഗന്ധം രൂക്ഷമായ രീതിയിൽ അനുഭവപ്പെടാൻ തുടങ്ങി. എന്താണ് ചെയ്യേണ്ടതെന്ന് ഞാൻ ഒരു നിമിഷം ആലോചിച്ചു. വഴി നിറയെ പൂഴിമണലാണ്. അതുകൊണ്ട് ഓട്ടോയിൽ കയറി വേഗത്തിൽ ഓടിച്ചു പോകാൻ കഴിയില്ല. ഓട്ടോ ഇവിടെ ഉപേക്ഷിച്ച് എങ്ങോട്ടെങ്കിലും ഓടിപ്പോകുന്നതായിരിക്കും ബുദ്ധി. ഞാൻ പെട്ടെന്ന് തന്നെ ഒരു തീരുമാനത്തിലെത്തി.
അതനുസരിച്ച് ഓടി രക്ഷപ്പെടാനായി ഞാൻ പുറകോട്ട് തിരിഞ്ഞതും എൻ്റെ മുതുകിൽ ശക്തിയായ ഒരു പ്രഹരമേറ്റു. ഒരു കുതിര മുൻകാലുകൾ ഉയർത്തി ചവിട്ടിയാൽ എങ്ങനെയിരിക്കുമോ അതുപോലെയുള്ള ഒരു കനത്ത പ്രഹരം. അതേറ്റ് ഞാൻ നിലത്തെ പൂഴിമണലിലേക്ക് മുഖമടിച്ചു വീണു. എൻ്റെ മൂക്കിലും വായിലുമൊക്കെ മണ്ണുപറ്റി. ഒപ്പം എനിക്ക് തലചുറ്റലും അനുഭവപ്പെടാൻ തുടങ്ങി. എനിക്ക് നിലത്തു നിന്നും എഴുന്നേൽക്കാൻ കഴിയുന്നതിനു മുന്നേ ആ മനുഷ്യമൃഗം അതിൻ്റെ ഭാരമുള്ള ഒരു കാൽ എൻ്റെ മുതുകിൽ എടുത്തു വച്ചു. അതിനുശേഷം ആ കാൽ ഒന്നുയർത്തി എൻ്റെ മുതുകിൽ ആഞ്ഞു ചവിട്ടി. അതോടെ എൻ്റെ നെഞ്ചും മുഖവും പൂഴിമണലിലേക്ക് കൂടുതൽ താഴ്ന്നുപോയി. വാ തുറന്ന് ഒന്ന് ശ്വാസമെടുക്കാൻ ശ്രമിച്ച എൻ്റെ തൊണ്ടയിൽ മണലും പൊടിയും ഒന്നിച്ചു കയറി. ഞാൻ മണ്ണിൽ മുഖമമർത്തി കിടന്നു ചുമച്ചു. അയാൾ വീണ്ടും എന്നെ ചവിട്ടാനുള്ള പുറപ്പാടാണ് എന്ന് ഓട്ടോയുടെ ഹെഡ്ലൈറ്റിൻ്റെ വെളിച്ചം സൃഷ്ടിച്ച അയാളുടെ നിഴലിലൂടെ ഞാൻ മനസ്സിലാക്കി. ഇത്തവണ അയാളുടെ കാൽ എന്നെ സ്പർശിക്കുന്നതിനു മുന്നേ ഞാൻ മണലിലൂടെ ഉരുണ്ടുമാറി. അതോടെ ആഞ്ഞു ചവിട്ടിയ അയാളുടെ കാൽ ശക്തിയായി മണലിൽ വന്നു പതിച്ചു. ഒപ്പം ആ കാൽമുട്ട് കുറച്ചധികം പുറകോട്ട് മടങ്ങുകയും ചെയ്തു. അതുകണ്ട് ഞാൻ ശരിക്കും നടുങ്ങി. കാരണം അയാൾ കുളമ്പ് കെട്ടിവെച്ചതെങ്ങാനുമാണോ എന്നൊരു ചിന്ത അതുവരെ എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. അത് കണ്ടതോടെ ആ സംശയം പാടെ മാറിപ്പോയി. അവ അയാളുടെ ശരിക്കുമുള്ള കൈകാലുകൾ തന്നെയാണ്. അയാളാണെങ്കിൽ വീണ്ടും എന്നെ ആക്രമിക്കാനുള്ള ശ്രമത്തിലായിരുന്നു. ഞാൻ നിലത്ത് കിടന്നുകൊണ്ട് ഒരു പിടി പൂഴിമണൽ വാരി അയാളുടെ മുഖത്തേക്ക് എറിഞ്ഞു. അതോടെ കണ്ണിൽ മണൽ പോയ അയാൾ ഒരു നിമിഷത്തേക്ക് കണ്ണുകൾ ഇറുക്കിയടച്ചു. ആ ഒരു സമയം കൊണ്ട് ഞാൻ നിലത്തു നിന്നും ചാടി എഴുന്നേറ്റു. രണ്ടു കാലിൽ നേരെ നിന്നതും എൻ്റെ കണ്ണിൽ ഇരുട്ട് കയറി. തലയിലേക്ക് വേണ്ടത്ര രക്തമെത്താത്തതുപോലെ. നിലതെറ്റി വീഴാൻ പോയ ഞാൻ ഒരു വശത്തേക്ക് ചാഞ്ഞ് ഓട്ടോയിൽ കൈകുത്തി നിന്നുകൊണ്ട് ദീർഘമായി ഒന്ന് ശ്വസിച്ചു. അധികം സമയമില്ല. അയാൾ കണ്ണു തുറക്കുന്നതിന് മുന്നേ ഓടി രക്ഷപ്പെടണം. അല്പം ആശ്വാസം അനുഭവപ്പെട്ട ഉടനെ ഞാൻ ഓട്ടോ ഓടിച്ചു വന്ന വഴിയിലേക്ക് തിരിഞ്ഞോടി. അതിനിടയിൽ ഒന്ന് പുറകോട്ട് തിരിഞ്ഞു നോക്കിയ ഞാൻ ശരിക്കും ഞെട്ടി. അപ്പോഴും അയാൾ കണ്ണുകൾ അടച്ചു തന്നെ നിൽക്കുകയായിരുന്നുവെങ്കിലും അയാളുടെ ചെവികൾ എൻ്റെ കാലടി ശബ്ദത്തെ പിടിച്ചെടുക്കുന്നത് പോലെ അനങ്ങുന്നുണ്ടായിരുന്നു. എവിടേക്ക്, എത്ര ദൂരം ഓടിയാലാണ് ആ മനുഷ്യപ്പിശാചിൻ്റെ പിടിയിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയുക? അതൊന്നും അറിയാതെ ഞാൻ ഓട്ടോ പുറകിൽ ഉപേക്ഷിച്ച് ഇരുട്ട് തളം കെട്ടി നിൽക്കുന്ന മൺവഴിയിലൂടെ ഓടിക്കൊണ്ടിരുന്നു. കുറച്ചു ദൂരം ഓടിക്കഴിഞ്ഞപ്പോൾ പുറകിൽ എന്തോ ഒരു അനക്കം കേട്ട് ഞാൻ തിരിഞ്ഞു നോക്കി. അതുവരെ കണ്ണുകൾ ഇറുക്കിയടച്ച് ഓട്ടോയുടെ മുൻവശത്ത് നിന്നിരുന്ന അയാൾ എവിടേക്കോ പോയി മറിഞ്ഞിരിക്കുന്നു. ഒരു നിമിഷം ഞാൻ ഓട്ടം നിർത്താതെ തന്നെ അവിടെ ആകെ മൊത്തത്തിലൊന്ന് കണ്ണോടിച്ചു. ഒരിടത്തും അയാളെ കാണുന്നില്ല. അതോടെ എൻ്റെ ഭയം ക്രമാതീതമായി വർദ്ധിച്ചു. എന്നെ പിന്തുടർന്നു വരാൻ അയാൾക്ക് കണ്ണു കാണേണ്ട ആവശ്യമുള്ളതായി തോന്നുന്നില്ല. ഏതു മറവിൽ പോയി ഒളിച്ചാലും അയാൾ എന്നെ കണ്ടെത്തുമെന്ന് എൻ്റെ മനസ്സ് പറഞ്ഞുകൊണ്ടിരുന്നു. അത് വകവയ്ക്കാതെ ഞാൻ അവിടേക്ക് വന്ന വഴി തിരിഞ്ഞ് ഓടിക്കൊണ്ടിരുന്നു. പക്ഷെ കുറേ ദൂരം ഓടിയിട്ടും മൺവഴിയിലേക്ക് തിരിഞ്ഞ ആ റോഡിലേക്ക് എത്താൻ എനിക്ക് കഴിഞ്ഞില്ല. എനിക്ക് വഴിയൊന്നും തെറ്റിയിട്ടില്ല എന്നുറപ്പാണ്. പിന്നെ എന്തുകൊണ്ടാണ് റോഡിലേക്ക് എത്താത്തതെന്ന് എനിക്ക് മനസ്സിലായില്ല. കുറച്ചു ദൂരം കൂടി മുന്നോട്ട് ഓടിക്കഴിഞ്ഞ് ഞാൻ വഴിയിൽ നിന്നും കൂറ്റൻ മരങ്ങൾ വളർന്നു നിൽക്കുന്ന ഒരു പറമ്പിലേക്ക് എത്തപ്പെട്ടു. അതോടെ വഴി തെറ്റിയെന്ന കാര്യം ഉറപ്പായി. പക്ഷെ അങ്ങനെ സംഭവിക്കാൻ യാതൊരു സാധ്യതയുമില്ലായിരുന്നു. കാരണം ഓട്ടോ ഓടിക്കാൻ തുടങ്ങിയതിൽ പിന്നെ ഏതു വഴിക്ക് പോകുമ്പോഴും ഞാൻ ആ സ്ഥലത്തിൻ്റെ സൂക്ഷ്മമായ വിശദാംശങ്ങൾ എല്ലാം ശ്രദ്ധിക്കുമായിരുന്നു. ആരോടും വഴി ചോദിക്കാതെ തിരികെ പോരാൻ വളരെ സഹായകരമായിരുന്നു ആ ശീലം. ഇവിടേക്ക് വരുമ്പോഴും ഞാൻ എന്നാൽ കഴിയുന്ന എല്ലാ വിശദാംശങ്ങളും ശ്രദ്ധിക്കാൻ ശ്രമിച്ചിരുന്നു. അങ്ങനെ മനസ്സിൽ തങ്ങി നിന്ന അടയാളങ്ങൾ പിന്തുടർന്നാണ് ഞാൻ ഇതുവരെ ഓടിയത്. പക്ഷേ എത്തപ്പെട്ടത് മറ്റൊരിടത്താണ് എന്ന് മാത്രം. മുന്നിലുള്ള പറമ്പിൽ ഓടുമേഞ്ഞ വീട് പോലെ തോന്നിക്കുന്ന എന്തോ ഒന്നുണ്ട്. പക്ഷേ അത് വീടല്ല എന്നാണ് ഒന്നുകൂടി ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ തോന്നിയത്. ആണെങ്കിൽ തന്നെ കാലങ്ങളായി ആൾ താമസമില്ലാതെ അടഞ്ഞു കിടക്കുന്ന ഒന്നായിരിക്കണം. അവിടെ നിൽക്കുമ്പോൾ പുറകിൽ എവിടെയോ ഒരു കുളമ്പടി ശബ്ദം ഞാൻ കേട്ടു. അത് ഞാൻ നിൽക്കുന്ന ഭാഗത്തേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ എനിക്ക് അധിക നേരമൊന്നും വേണ്ടി വന്നില്ല. ഞാൻ ഒരു മരത്തിൻ്റെ മറവിൽ ഒളിച്ച ശേഷം ആ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന ഭാഗത്തേക്ക് തല നീട്ടി പാളി നോക്കി. ആ ഇരുകാലി മൃഗം ഈ പറമ്പ് ലക്ഷ്യമാക്കി അതിവേഗത്തിൽ ഓടി വരികയാണ്. ഒരു നിമിഷം ഞാൻ അതിൻ്റെ ഓട്ടം നോക്കി നിന്നുപോയി. ശരിക്കും അതെന്താണ്? ഒരു സാധാരണ മനുഷ്യൻ വെറുതെ ആളെ പേടിപ്പിക്കാനായി ചുമ്മാ വേഷം കെട്ടി നടക്കുന്നതല്ല അത്. ആ കാലുകൾ ശരിക്കും അങ്ങനെയുള്ളവയാണ് എന്ന് തന്നെയാണ് ഇപ്പോഴും തോന്നുന്നത്. കാരണം ഒരു മനുഷ്യൻ ഓടുമ്പോൾ അയാളുടെ കാൽമുട്ടുകൾ സ്വാഭാവികമായും മുന്നിലേക്ക് മടങ്ങും. നടക്കുമ്പോഴും അങ്ങനെ തന്നെ. പക്ഷെ ഒട്ടുമിക്ക മൃഗങ്ങളുടെയും പിൻകാൽമുട്ടുകളും പുറകോട്ടാണ് മടങ്ങുക. അയാളുടെ കാൽമുട്ടുകളും ആ രീതിയിൽ പുറകോട്ടാണ് മടങ്ങുന്നത്. അതുമാത്രമല്ല, സാമാന്യം നല്ല വേഗത്തിലാണ് അയാൾ ഓടിക്കൊണ്ടിരിക്കുന്നതും. വെറുതെ വെച്ച് കെട്ടിയ കൈകാലുകളുമായി അത്ര വേഗത്തിൽ ആർക്കും ഓടാൻ കഴിയില്ല. ഇത് ശരിക്കും വേറെന്തോ ജീവി തന്നെയാണ്. പക്ഷെ എന്തിനാണ് അതെന്നെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്? ഈ വിജനപ്രദേശത്ത് വെച്ച് എന്നെ കൊലപ്പെടുത്താനാണോ?
ഞാനതിനോട് എന്ത് ദ്രോഹം ചെയ്തിട്ടാണ് എന്നെ ഉപദ്രവിക്കുന്നത്? ആകെ ചെയ്തൊരു കാര്യം ഇടയ്ക്ക് വെച്ച് ഓട്ടോയിൽ നിന്നും ഇറങ്ങാൻ ആവശ്യപ്പെട്ടു എന്നത് മാത്രമാണ്. അതിനാണോ എന്നെ ഒരു മയവുമില്ലാതെ നിലത്തിട്ട് ചവിട്ടിയത്? വെറുതെ പറഞ്ഞു തീർക്കാവുന്ന ഒരു പ്രശ്നം മാത്രമായിരുന്നില്ലേ അത്? അതല്ല യഥാർത്ഥ കാരണം. വേറെന്തോ ആണ്. മറ്റെന്തോ ഉദ്ദേശം വെച്ചാണ് ആ സാധനം എന്നെ ഓട്ടം വിളിച്ചത് തന്നെ. ഒരുപക്ഷെ എന്നെ ആളൊഴിഞ്ഞ എവിടേക്കെങ്കിലും എത്തിച്ച ശേഷം കൊലപ്പെടുത്താൻ തന്നെയായിരിക്കാം. ഒന്നുകിൽ പണത്തിനു വേണ്ടി, അല്ലെങ്കിൽ ഇതുപോലെ വൈരൂപ്യവുമായി ജനിച്ചതിൻ്റെ പേരിൽ അനുഭവിക്കേണ്ടി വന്നിരിക്കാൻ സാധ്യതയുള്ള അപമാനത്തിനും അപകർഷതാബോധത്തിനും ശമനം നൽകാൻ വേണ്ടി. രണ്ടായാലും എന്നെ കൊല്ലുക തന്നെയായിരുന്നു അതിൻ്റെ ഉദ്ദേശം എന്നുറപ്പാണ്. ഏത് നിമിഷവും അയാൾ ഇവിടെയെത്തും. ഇരുട്ടിൽ മറഞ്ഞാണ് നിൽക്കുന്നത് എന്നതുകൊണ്ട് അയാളെന്നെ കണ്ടുപിടിക്കില്ല എന്ന് കരുതാൻ ന്യായമില്ല. ഞാൻ ശ്വസിക്കുന്നതിൻ്റെ ശബ്ദം പോലും ചിലപ്പോൾ അയാളുടെ കാതുകൾ കേട്ടെന്നു വരും. എന്തു ചെയ്യും? ഓടി രക്ഷപ്പെടാൻ വല്ല വഴിയുമുണ്ടോ? അല്ലാതെ ഒന്നും സംഭവിക്കില്ല എന്ന് കരുതി വെറുതെ ഒളിച്ചിരിക്കാൻ മനസ്സനുവദിക്കുന്നില്ല. ഓടുകയാണെങ്കിൽ അയാളേക്കാൾ വേഗത്തിൽ ഓടാറായിരിക്കണം. അല്ലെങ്കിൽ നേരത്തെ കിട്ടിയതുപോലെയുള്ള ചവിട്ടലുകൾ ഇനിയും കിട്ടിയെന്നിരിക്കും. ആ കിട്ടിയതിൻ്റെ ഒന്നും വേദന ഇപ്പോഴും മാറിയിട്ടില്ല. പുറത്ത് ചതവ് പറ്റിയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. ഇവിടെ അടുത്തെവിടെയെങ്കിലും ആൾ താമസമുള്ള വീടോ മറ്റോ ഉണ്ടെങ്കിൽ സഹായം ചോദിക്കുകയെങ്കിലും ചെയ്യാമായിരുന്നു. പക്ഷേ 3-4 കിലോമീറ്റർ മുമ്പാണ് അവസാനമായി ഒരു വീട് കണ്ടത്. ഞാൻ ഓർത്തു, അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ റോഡ് കാടിന് നടുവിലൂടെ എന്ന പോലെയായിരുന്നു. അതുകൊണ്ട് ആ പ്രതീക്ഷയും വേണ്ട. ഈ മനുഷ്യമൃഗത്തിൻ്റെ പക്കൽ നിന്നും രക്ഷപ്പെടാൻ വേറെ എന്താണ് മാർഗമെന്ന് ഞാൻ ആലോചിച്ചു. ഇവിടെ നിന്നും ഓടിപ്പോകുക എന്നതല്ലാതെ മറ്റൊരുത്തരവും എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നില്ല. പക്ഷേ അതെത്രമാത്രം സാധ്യമാണെന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ടായിരുന്നു. കാരണം തലേന്ന് രാത്രിയിലെ ഉറക്കക്കുറവും ആ ഉറക്കക്കുറവ് വെച്ച് രക്തം കൊടുത്തതും പകൽ വേണ്ടത്ര ഉറങ്ങാൻ കഴിയാതിരുന്നതും എല്ലാം മൂലം എനിക്ക് തളർച്ച അനുഭവപ്പെടാൻ തുടങ്ങിയിരുന്നു. ഒപ്പം വല്ലാത്ത കിതപ്പും. വളരെ ചെറിയ ദൂരം ഓടാൻ പോലും എനിക്ക് നന്നേ ബുദ്ധിമുട്ടേണ്ടി വന്നു. ആ കിതപ്പ് ഇപ്പോഴും മുഴുവനായും ശമിച്ചിട്ടുമില്ല. എന്തു ചെയ്യുകയാണെങ്കിലും അതുടനെ തന്നെ വേണം. അയാൾ ഏത് നിമിഷവും ഇവിടെ എത്തും. ഞാൻ പിന്നെ ഒന്നും ആലോചിക്കാൻ നിൽക്കാതെ തിരിഞ്ഞ് ഒരൊറ്റ ഓട്ടം അങ്ങോടി. ആ ഓട്ടത്തിനിടയിൽ എനിക്ക് ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു. എങ്കിലും ഓടുകയല്ലാതെ എൻ്റെ മുന്നിൽ മറ്റു വഴികളൊന്നുമില്ലായിരുന്നു എന്നതുകൊണ്ട് വാ തുറന്ന് പറ്റാവുന്നത്ര ശ്വാസം എടുത്തുകൊണ്ട് ഞാൻ മുന്നോട്ട് പോകാൻ തന്നെ ശ്രമിച്ചു. അതോടെ വായിലും തൊണ്ടയിലും വരൾച്ച അനുഭവപ്പെട്ടു തുടങ്ങി. അതുമൂലം ഞാൻ ഉച്ചത്തിൽ ചുമച്ചുപോയി. ആ ശബ്ദം പുറകിൽ എവിടെയോ ഉണ്ടായിരുന്ന ആ സത്വം കേട്ടെന്ന് തോന്നുന്നു. അതുവരെ ദൂരെ മറ്റൊരു ഭാഗത്ത് കേട്ടിരുന്ന അതിൻ്റെ കുളമ്പടി ശബ്ദം ഇപ്പോൾ എന്നെ പിന്തുടർന്നു വരുന്നത് ഞാൻ അറിഞ്ഞു. അതോടെ കൂടുതൽ വേഗത്തിൽ ഓടാൻ ഞാൻ ശ്രമിച്ചെങ്കിലും എനിക്കതിന് കഴിഞ്ഞില്ല. എൻ്റെ ഹൃദയമിടിപ്പ് ക്രമാതീതമായി വർദ്ധിച്ചു. ഇനിയും ഓടിയാൽ അത് പൊട്ടിപ്പോകുമോ എന്ന് വരെ എനിക്ക് തോന്നി. ഞാൻ പെട്ടെന്ന് തന്നെ ഓട്ടം നിർത്തി. ഞാൻ നിന്ന് കിതയ്ക്കുകയാണ്. ആ സത്വം ഇവിടെ എത്തുന്നതിനു മുമ്പ് എനിക്കിവിടെ നിന്നും രക്ഷപ്പെടണം. പക്ഷേ ഇപ്പോൾ അതിൻ്റെ കുളമ്പടി ശബ്ദം കേൾക്കുന്നില്ല. ആ കിതപ്പിനിടയിലും ഞാൻ കാതോർത്തു നോക്കി. ആ ശബ്ദം എവിടെയുമില്ലായിരുന്നു. അതിനെന്താണ് സംഭവിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല. എന്നെ ഓടിച്ചിട്ട് പിടിക്കാൻ കഴിയാതെ വന്നപ്പോൾ ആശ്രമം ഉപേക്ഷിച്ച് പോയി കാണുമോ? അതോ എന്നെ നിരീക്ഷിച്ചുകൊണ്ട് ഇവിടെ എവിടെയെങ്കിലും തന്നെ മറഞ്ഞിരിക്കുന്നുണ്ടോ? കിതപ്പ് അല്പം ശമിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ചുറ്റിലുമൊന്ന് നോക്കി. ഒരിടത്തും അയാളെ കാണാൻ കഴിഞ്ഞില്ല. ഇനി ഓടാൻ വയ്യ. ഒട്ടും ശബ്ദമുണ്ടാക്കാതെ പയ്യെ ഇവിടെ നിന്നും നടന്നു പോകുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നി. എൻ്റെ ഓട്ടോ പുറകിൽ എവിടെയോ ഉണ്ട്. അതവിടെ അങ്ങനെ ഉപേക്ഷിച്ചു പോരാൻ മനസ്സനുവദിക്കുന്നില്ല. ആശിച്ചു മോഹിച്ചു വാങ്ങിയതാണ്. ലോണിൻ്റെ തിരിച്ചടവ് തീർന്നിട്ട് ഏതാനും മാസങ്ങളാവുന്നതേ ഉള്ളൂ. തിരിച്ചുപോയി ഓട്ടോയുമായി ഇവിടെ നിന്ന് രക്ഷപ്പെടാം. ഞാൻ പുറകോട്ട് തിരിഞ്ഞു നോക്കി. അങ്ങ് ദൂരെ ഹെഡ്ലൈറ്റ് ഓണായി ഒരു അനാഥപ്രേതത്തെ പോലെ എൻ്റെ പാവം ഓട്ടോ എൻ്റെ വരവും കാത്തു കിടക്കുന്നുണ്ടായിരുന്നു. എനിക്കത് കണ്ട് ഉള്ളിൽ ഒരു വിങ്ങൽ അനുഭവപ്പെട്ടു. എന്തായാലും അയാളെ ഇവിടെയെങ്ങും കാണുന്നില്ല. അപ്പോൾ പിന്നെ വണ്ടി ഉപേക്ഷിച്ച് പോകേണ്ട കാര്യമില്ല. ഞാൻ ചുറ്റുപാടുകളും നിരീക്ഷിച്ചുകൊണ്ട് ഓട്ടോയുടെ അടുത്തേക്ക് നടന്നു. ആ നടക്കുന്ന സമയം അത്രയും അനുഭവിച്ച ഭയം ജീവിതത്തിൽ മറ്റൊരിക്കലും ഞാൻ അനുഭവിച്ചിട്ടില്ല. ഏത് നിമിഷവും എൻ്റെ മുന്നിലേക്ക് ആ മനുഷ്യമൃഗം ചാടി വീഴുമെന്ന ഭയവും ഉള്ളിൽ പേറിക്കൊണ്ടായിരുന്നു ഞാൻ നടന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഭയന്ന പോലെ ഒന്നും സംഭവിച്ചില്ല. ഓട്ടോയുടെ അടുത്തെത്താറായപ്പോൾ എൻ്റെ കാലുകളുടെ വേഗത അല്പം വർദ്ധിച്ച് വേഗത കുറഞ്ഞ ഓട്ടമായി മാറി. നഷ്ടപ്പെട്ടെന്ന് കരുതിയ ഏറ്റവും പ്രിയപ്പെട്ട ഒരാളുടെ അടുത്തേക്ക് തിരികെ എത്തുമ്പോൾ ഉണ്ടാവുന്ന അതേ വികാര തീവ്രത തന്നെയായിരുന്നു എനിക്കപ്പോൾ അനുഭവപ്പെട്ടത്. ഓട്ടോയുടെ അടുത്തെത്തി ഡ്രൈവർ സീറ്റിലേക്ക് കയറുന്ന സമയം കുറച്ചകലെ കരിയിലകൾ ചവിട്ടിമെതിക്കുന്ന ശബ്ദം കേട്ടു. എന്നെ അന്വേഷിച്ചു പോയ ആ സത്വം അവിടെ എവിടെയെങ്കിലും കാണും. ഞാൻ ഒട്ടും സമയം കളയാതെ വേഗം ഓട്ടോ സ്റ്റാർട്ട് ചെയ്തു. അതോടെ ആ ശബ്ദം അല്പം കൂടി ഉച്ചത്തിലായി. ഞാൻ ഓട്ടോയിൽ കയറിയ കാര്യം അതറിഞ്ഞിരിക്കുന്നു.
ഞാൻ അവിടെ ഇട്ട് തന്നെ ഓട്ടോ പുറകോട്ട് തിരിച്ച ശേഷം അവിടേക്ക് വന്ന റോഡ് ലക്ഷ്യമാക്കി പറ്റാവുന്നത്ര വേഗത്തിൽ ഓടിച്ചു. പൂഴിമണലിൽ താഴ്ന്നു വെട്ടിത്തിരിഞ്ഞുകൊണ്ടിരുന്ന മുൻചക്രത്തെ ബലം പ്രയോഗിച്ച് നിയന്ത്രിക്കാൻ എനിക്ക് കുറച്ചധികം പാടുപെടേണ്ടി വന്നു. അല്പദൂരം മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോൾ മുന്നിൽ റോഡ് കാണാറായി. എങ്കിലും എനിക്കൊരു പരിധിയിൽ കൂടുതൽ വേഗതയിൽ ഓട്ടോ ഓടിക്കാൻ കഴിഞ്ഞില്ല. ഇനി അധിക ദൂരമില്ല. ഓട്ടോ റോഡിലേക്ക് കയറിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും നോക്കാനില്ല. പരമാവധി വേഗതയിൽ തന്നെ ഓട്ടോ പായിക്കാം. അങ്ങനെ ഞാൻ ശ്രദ്ധയോടെ നിയന്ത്രിച്ചോടിച്ച് ഓട്ടോ മൺവഴിയിൽ നിന്നും റോഡിലേക്ക് കയറ്റി. അതിനുശേഷം ഗിയർ ഷിഫ്റ്റ് ചെയ്ത് ആക്സിലേറ്റർ തിരിച്ച് വേഗത വർദ്ധിപ്പിച്ചു. ഓട്ടോ മണിക്കൂറിൽ ഒരു 50 കിലോമീറ്റർ വേഗത കൈവരിച്ച് കാണും. പെട്ടെന്ന് ഓട്ടോ ശക്തിയായി ഒന്ന് കുലുങ്ങി. അതോടൊപ്പം കന്നുകാലികളുടെ ഗന്ധവും വണ്ടിക്കുള്ളിൽ നിറഞ്ഞു. ഭയന്നുപോയ ഞാൻ വണ്ടി നിർത്താൻ ശ്രമിച്ചു. പക്ഷേ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നതിന് മുന്നേ എൻ്റെ തലയ്ക്ക് പുറകിൽ അതിശക്തമായ ഒരു പ്രഹരമേറ്റു. അതോടെ ഓട്ടോയുടെ മേൽ എനിക്കുണ്ടായിരുന്ന നിയന്ത്രണം നഷ്ടമായി. ഓട്ടോ റോഡിൽ നിന്നും ഒരു വശത്തേക്ക് തിരിഞ്ഞ് അതിവേഗത്തിൽ പുല്ലുകൾക്കിടയിലേക്ക് ഇടിച്ചു കയറി. പുല്ലുകൾക്കിടയിലുണ്ടായിരുന്ന എന്തോ ഒന്നിൽ മുൻചക്രം ചെന്നിടിച്ച് വണ്ടി അവിടെ സഡൻ ബ്രേക്ക് ഇട്ടാലെന്ന പോലെ നിന്നു. അതോടെ മുന്നിലേക്ക് ആഞ്ഞുപോയ എൻ്റെ തല അതിവേഗത്തിൽ വിൻഷീൽഡിൽ ചെന്നിടിക്കുകയും ചെയ്തു. തലയ്ക്ക് മുന്നിലും പിന്നിലും പ്രഹരമേറ്റ എനിക്ക് ഒരു നിമിഷ നേരത്തേക്ക് ബോധം നഷ്ടമായി. പക്ഷേ ആ അവസ്ഥ അധിക നേരം നീണ്ടു നിന്നില്ല. ഓട്ടോ ഒരിക്കൽ കൂടി ശക്തിയായി ഒന്ന് കുലുങ്ങി. അതോടെ എൻ്റെ കണ്ണുകൾ പാതി തുറക്കപ്പെട്ടു. ആ ഒരവസ്ഥയിൽ തല ഹാൻഡിലിലേക്ക് ചായച്ചു കിടക്കുകയായിരുന്ന ഞാൻ ആ കാഴ്ച കണ്ട് നടുങ്ങി വിറച്ചു. നേരെ മുന്നിൽ ആജാനുബാഹുവായ ഒരു മനുഷ്യൻ നിൽക്കുന്നു. കാഴ്ച അല്പം മങ്ങിയിരുന്നതുകൊണ്ട് എനിക്ക് അയാളെ അത്ര വ്യക്തമായി കാണാൻ കഴിഞ്ഞില്ല. പക്ഷേ അയാളെ തിരിച്ചറിയാൻ ആ മങ്ങിയ കാഴ്ച തന്നെ ധാരാളമായിരുന്നു. ഞൊടിയുടെ നേരം കൊണ്ട് എൻ്റെ രക്തസമ്മർദ്ദം വർദ്ധിച്ചു. എവിടെ നിന്നോ ഊർജത്തിൻ്റെ ഒരു അതിപ്രസരം ശരീരമൊട്ടാകെ പടർന്നു കയറി. ഞാൻ ഓട്ടോയിൽ നിന്നും ചാടിയിറങ്ങി റോഡിലൂടെ അതിവേഗത്തിലോടി. എൻ്റെ പുറകിൽ റോഡിൽ കുളമ്പ് വന്ന് പതിക്കുന്നതിൻ്റെ ശബ്ദം കേട്ടു. അത് വളരെ വേഗത്തിൽ അടുത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയൊരു പ്രഹരം കൂടി താങ്ങാനുള്ള ശേഷി എനിക്കില്ല. ഞാൻ എനിക്ക് സാധ്യമായ അത്രയും വേഗത്തിൽ മുന്നോട്ട് കുതിച്ചു. കുറച്ചു ദൂരം ഓടി ഞാൻ റോഡിലെ ഒരു വളവിലെത്തി. ഇനിയും എത്ര ദൂരം ഇതുപോലെ ഓടാൻ കഴിയുമെന്ന് എനിക്കൊരു ഉറപ്പുമില്ലായിരുന്നു. കാരണം പതിയെ എൻ്റെ ശരീരം തളർന്നു വന്നു തുടങ്ങിയിരുന്നു. കാലുകൾക്ക് ബലക്ഷയം സംഭവിച്ചതുപോലെ ഓട്ടത്തിനിടയിൽ 1-2 തവണ ഞാൻ മുന്നോട്ട് വേച്ചുപോയി. അതോടെ ആ കുളമ്പടി ശബ്ദം എൻ്റെ തൊട്ടുപുറകിലെത്തി. ഏത് നിമിഷവും എൻ്റെ മുതുകിൽ ഒരു ചവിട്ടേൽക്കുമെന്ന് ഞാൻ ഉറപ്പിച്ചു. അങ്ങനെ സംഭവിച്ചാൽ ഞാൻ റോഡിലേക്കായിരിക്കും മുഖമടിച്ചു വീഴുക. നേരത്തെ പൂഴിമണലിലേക്ക് വീണതുപോലെയായിരിക്കില്ല ആ അവസ്ഥ. വീഴ്ചയിൽ ചിലപ്പോൾ തല തന്നെ തകർന്നിരിക്കും. ഞാൻ പ്രാണരക്ഷാർത്ഥം കാലുകളെ വലിച്ചു വെച്ചോടി. രാവിലെ ഞാൻ വീട്ടിലേക്ക് വരുന്നതും കാത്ത് ഉറങ്ങുകയായിരിക്കും എൻ്റെ മക്കൾ. അവരുടെ കുഞ്ഞുമുഖങ്ങൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നു. ഒപ്പം കൊച്ചു കൊച്ചിണക്കങ്ങളും പിണക്കങ്ങളുമായി എനിക്കൊപ്പം എൻ്റെ കൂടെ നിൽക്കുന്ന ഭാര്യയുടെ മുഖവും എനിക്കായി മാത്രം ജീവിച്ച അമ്മയുടെ മുഖവുമെല്ലാം എൻ്റെ കൺമുന്നിൽ എന്നവണ്ണം തെളിഞ്ഞു വന്നു. എൻ്റെ മരണവാർത്ത കേൾക്കേണ്ടി വരുന്ന അവരുടെ അവസ്ഥ ആലോചിച്ചപ്പോൾ എൻ്റെ ചങ്കു പൊടിയുന്നത് പോലെ എനിക്ക് തോന്നി. ഇല്ല, ഈ മനുഷ്യമൃഗത്തിന് പിടികൊടുക്കരുത്. എനിക്ക് രക്ഷപ്പെടണം. ഞാൻ സകല ദൈവങ്ങളെയും വിളിച്ച് മുന്നോട്ട് കുതിച്ചു. പക്ഷേ ഉടനെ തന്നെ എൻ്റെ മുതുകിൽ ഒരു കനത്ത ചവിട്ടേറ്റു. ഞാൻ റോഡിലേക്ക് മറിഞ്ഞു വീണു. എന്തോ ഭാഗ്യത്തിന് ഏതാനും ചുവടുകൾ മുന്നോട്ട് വേച്ചു പോയ ശേഷം കാൽമുട്ട് മടങ്ങിയാണ് ഞാൻ വീണത്. അതുകൊണ്ട് മുമ്പ് കരുതിയ പോലെ തല റോഡിൽ ചെന്നിടിച്ചില്ല. നിലത്ത് വീണ ഉടനെ തന്നെ ഞാൻ കൈകൾ കുത്തി എഴുന്നേറ്റ് ഓട്ടം തുടർന്നു. ഇനിയും എത്ര ദൂരം പോയാലാണ് ഒരു മനുഷ്യജീവിയെ കാണാൻ കഴിയുക? ഈ അർദ്ധരാത്രിയിൽ ഈ പരിസരത്ത് അതിനുള്ള വിദൂര സാധ്യത പോലുമില്ല. ശരീരം തളർന്നു തുടങ്ങിയെങ്കിലും മനോബലം കൈമുതലാക്കിയാണ് ഞാൻ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. മനസ്സ് തളരരുത്. അങ്ങനെ സംഭവിച്ചാൽ പിന്നെ ഇവിടെ നിന്നും ഒരു തിരിച്ചുപോക്കുണ്ടാവില്ല. എന്നാൽ ആ മനുഷ്യമൃഗത്തിൻ്റെ കുളമ്പടി ശബ്ദം വീണ്ടും എൻ്റെ തൊട്ടുപുറകിലെത്തിയത് ഞാൻ അറിഞ്ഞു. ഇതിലും വേഗത്തിൽ ഓടുക എന്നത് എനിക്ക് അസാധ്യമാണ്. ആരുടെയെങ്കിലും സഹായമില്ലാതെ ഇനി രക്ഷയില്ല. പക്ഷെ സഹായിക്കാൻ ആര് വരാനാണ്? തനിക്ക് താൻ തന്നെ തുണ. നിരാശയോടെ ഒരു തുള്ളി കണ്ണുനീർ എൻ്റെ കണ്ണിൽ നിന്നും പൊടിഞ്ഞു. എന്നാൽ ദൈവാധീനമെന്ന് പറയട്ടെ, കൃത്യം ആ സമയം റോഡിലെ വളവ് തിരിഞ്ഞ് ഒരു ചരക്ക് ലോറി എനിക്ക് നേരെ വന്നു. അതിൻ്റെ വെളിച്ചം പതിച്ചതും അതുവരെ എന്നെ പിന്തുടർന്നു വന്നിരുന്ന ആ മനുഷ്യമൃഗം റോഡിനൊരു വശത്തേക്ക് എടുത്തു ചാടി മരങ്ങൾക്കിടയിലേക്ക് മറഞ്ഞു. ആകെ തളർന്നു തുടങ്ങിയിരുന്ന ഞാൻ റോഡിലേക്ക് മറിഞ്ഞു വീണു. വിജനമായ റോഡിലൂടെ നല്ല വേഗത്തിൽ വരികയായിരുന്ന ലോറി പെട്ടെന്ന് ബ്രേക്കിട്ടു. അതിൻ്റെ ടയറുകൾ റോഡിലുരഞ്ഞ് ശബ്ദമുണ്ടാക്കി. എൻ്റെ ദേഹത്തെ തൊട്ടില്ല എന്ന മട്ടിൽ ആ വാഹനം വന്നു നിന്നു. ലോറിയിൽ നിന്നും ആരൊക്കെയോ ചാടിയിറങ്ങുന്നതിൻ്റെയും വെപ്രാളത്തോടെ സംസാരിക്കുന്നതിൻ്റെയും ശബ്ദം ഞാൻ അവ്യക്തമായി കേട്ടു. പതിയെ എൻ്റെ ബോധം മറഞ്ഞു. കണ്ണു തുറക്കുമ്പോൾ ഞാനൊരു ആശുപത്രി കിടക്കയിലായിരുന്നു. ആ ലോറി ഡ്രൈവറും ക്ലീനറും ചേർന്ന് എന്നെ ചാലക്കുടിയിലുള്ള ഒരു സ്വകാര്യ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു.
നേരം പുലർന്നു വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. എന്താണ് സംഭവിച്ചതെന്ന് ഞാൻ പകച്ചു നിൽക്കുകയായിരുന്ന ലോറി ഡ്രൈവറോടും ക്ലീനറോടും പറഞ്ഞു. അസാധാരണ ഉയരമുള്ള ആരോ ഒരാൾ എൻ്റെ പിന്നിൽ നിന്നും ചാടി മറയുന്നത് ഒരു മിന്നായം പോലെ കണ്ടെന്ന് ഇരുവരും പറഞ്ഞു. പിന്നെ എൻ്റെ മുതുകിലേറ്റ ചതവുകളുടെ ആകൃതി കാര്യങ്ങൾക്ക് കൂടുതൽ വിശ്വാസ്യത പകർന്നു. ആശുപത്രി അധികൃതർ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് ഇൻഫർമേഷൻ പാസ് ചെയ്തിരുന്നു. അതുപ്രകാരം 2 പോലീസുകാർ രാവിലെ തന്നെ ആശുപത്രിയിലേക്ക് വന്ന് എൻ്റെ മൊഴി രേഖപ്പെടുത്തി. എനിക്ക് വേറെ കുഴപ്പങ്ങളൊന്നുമില്ലായിരുന്നു എന്നതുകൊണ്ട് അന്ന് തന്നെ എനിക്ക് ആശുപത്രി വിടാൻ കഴിഞ്ഞു. ലോറി ഡ്രൈവറുടെയും ക്ലീനറുടെയും സഹായത്തോടെ ഞാൻ വീട്ടിലെത്തി. വേണ്ടത്ര വിശ്രമം ലഭിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് അത്യാവശ്യം ഉന്മേഷവും ഉണർവുമൊക്കെ അനുഭവപ്പെട്ടു. അന്ന് തന്നെ വൈകുന്നേരത്തോടടുപ്പിച്ച് ഓട്ടോ ഡ്രൈവർമാരായ എൻ്റെ 2 സുഹൃത്തുക്കളെയും കൂട്ടി എൻ്റെ ഓട്ടോ അപകടത്തിൽപ്പെട്ട സ്ഥലത്തേക്ക് പോയി. ഓട്ടോ റോഡരികിൽ വളർന്നു നിന്നിരുന്ന പുല്ലുകൾക്കിടയിൽ തന്നെ കിടപ്പുണ്ടായിരുന്നു. ഓട്ടോയുടെ ഉള്ളിൽ തലേന്ന് രാത്രി അനുഭവപ്പെട്ട കന്നുകാലികളുടെ ഗന്ധം അപ്പോഴും തങ്ങി നിൽപ്പുണ്ടായിരുന്നു. ഒരു വല്ലാത്ത ഭയം ആ ഗന്ധം എന്നിൽ സൃഷ്ടിച്ചു. ഓടിച്ചെന്ന് ഡ്രൈവർ സീറ്റിൽ കയറിയിരുന്ന ഞാൻ വേഗം തന്നെ പുറത്തേക്കിറങ്ങി. പിന്നെ എൻ്റെ കൂടെ വന്ന സുഹൃത്തുക്കളിൽ ഒരാളാണ് ഓട്ടോ തിരികെ വീട്ടിലേക്ക് എത്തിച്ചു തന്നത്. അതിനുശേഷം പിന്നീട് പലതവണ ഞാൻ ഓട്ടോയിൽ കയറിയിരിക്കാൻ ശ്രമിച്ചു നോക്കിയെങ്കിലും വണ്ടിയുടെ അടുത്തേക്ക് ചെല്ലുമ്പോഴൊക്കെ എനിക്ക് ആ ഗന്ധം അനുഭവപ്പെടാൻ തുടങ്ങി. എന്നെ സംബന്ധിച്ച് അത് കന്നുകാലികളുമായി മാത്രം ബന്ധപ്പെട്ടതായിരുന്നില്ല. എപ്പോഴെല്ലാം ആ ഗന്ധം അനുഭവിക്കേണ്ടി വന്നോ അപ്പോഴെല്ലാം ആ രാത്രി നേരിടേണ്ടി വന്ന ഭയാനകമായ അനുഭവങ്ങൾ ഓർമ്മയിലേക്ക് നുരഞ്ഞു പൊന്തി വന്ന് മനസ്സിനെ മതിക്കാൻ ആരംഭിച്ചു. അതോടെ ഓട്ടോയുടെ ഉള്ളിലേക്ക് കയറുക എന്നത് എനിക്ക് അസാധ്യമായ ഒരു കാര്യമായി മാറി. ഏതാനും ആഴ്ചകൾക്ക് ശേഷം വണ്ടി വിൽക്കാം എന്നൊരു തീരുമാനത്തിൽ ഞാനെത്തി. അതിനിടയിൽ ചാലക്കുടി പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കേസിൻ്റെ വിവരങ്ങളൊക്കെ ഞാൻ തിരക്കിയിരുന്നു. 1-2 ഇടങ്ങളിൽ ഒരു കുളമ്പ് മനുഷ്യനെ കണ്ടതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടതല്ലാതെ മറ്റു പുരോഗതികളൊന്നും ആ കേസിൻ്റെ കാര്യത്തിലുണ്ടായില്ല. എന്തായാലും ആ സംഭവം എൻ്റെ ജീവിതത്തിലെ ഒരു വഴിത്തിരിവായിരുന്നു. ഓട്ടോ വിൽക്കാൻ ഞാൻ നിർബന്ധിതനായി. അതോടെ ഞാൻ പൂർണ്ണമായും പത്രവിതരണത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചു. പതിയെ ഒരു വിതരണക്കാരനിൽ നിന്നും ഒരു ഏജൻ്റായി ഞാൻ മാറി. എങ്കിലും വർഷങ്ങൾ ഇത്ര പിന്നിട്ടിട്ടും ആ രാത്രി എന്നെ ഇപ്പോഴും വേട്ടയാടിക്കൊണ്ടേയിരിക്കുന്നു. ഈ അടുത്തുവരെ ചില രാത്രികളിൽ ഞാൻ ദുസ്വപ്നം കണ്ട് ഞെട്ടിയെഴുന്നേറ്റിട്ടുണ്ട്. അതിൽ നിന്നും ഒരു മോചനം എനിക്കുണ്ടാവുമോ എന്ന കാര്യം സംശയമാണ്.